പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ വീഴ്ച മറയ്ക്കാൻ ശ്രമിച്ച പോലീസ്. യാതൊരു വീഴ്ചയുമില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട്. ഹാജരാക്കിയ ആധാർ യഥാർത്ഥത്തിലുള്ളതാണെന്നും സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയെന്നൊക്കെയാണ് വാദങ്ങൾ. തമ്പാനൂർ പോലീസാണ് ആധാറും രേഖകളും പരിശോധിച്ചത്. റിപ്പോർട്ട് DGPക്ക് കൈമാറി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വെള്ളപൂശൽ ശ്രമം, സംരക്ഷണ കവചം അതൊരുക്കുകയാണോ കേരള പോലീസ് ഈ കല്യാണരാമന്മാർക്ക് വേണ്ടി? തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം കഴിഞ്ഞ മാർച്ച് 11-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് പൂവാറിന് സമീപത്ത് അരിമാനൂരിലെ നൈനാഥ് ക്ഷേത്രത്തിൽ വെച്ച് മധ്യപ്രദേശ് പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. ഇതിനുശേഷമാണ് ഈ വിവാഹത്തെ തുടർന്ന് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള വിവാദങ്ങൾ ഉയർന്നത്. ജനം TV അടക്കം അന്ന് തന്നെ ഇതിന്റെ കൃത്യമായ രേഖകൾ പുറത്തുവിട്ട് പറഞ്ഞതുമാണ്. പക്ഷേ ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണവും റിപ്പോർട്ടും സമർപ്പിച്ചതിന് പിന്നാലെയും രണ്ട് സംസ്ഥാനങ്ങളിലെയും മധ്യപ്രദേശിലെയും കേരള DGPമാരോട് നേരിട്ട് 21-ാം തീയതി ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിനോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ടിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്ന വെള്ളപൂശൽ നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് പെൺകുട്ടി വിവാഹം നടന്ന ദിവസം ആ സമയം പ്രായപൂർത്തിയായിരുന്നു എന്നുള്ളതിന്റെ രേഖകൾ ഹാജരാക്കിയിരുന്നു. ആ രേഖകൾ കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയപ്പെടുന്നത്. അതായത് തമ്പാനൂർ പോലീസിന് മുൻപാകെയാണ് ഇവർ ആദ്യമായി എത്തുന്നത്. എത്തുമ്പോൾ പരിശോധിച്ച രേഖകളെല്ലാം കൃത്യമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് മാത്രമല്ല, ഹാജരാക്കിയ ആധാർ അടക്കമുള്ള രേഖകൾ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. UIDAI സൈറ്റിൽ പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ആധാർ നമ്പർ തന്നെയാണ് ജനന സർട്ടിഫിക്കറ്റിലും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ വാദം. എന്നാൽ ജനനരേഖ പരിശോധിക്കാൻ സംവിധാനമില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായതായി ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഒരു രേഖ നൽകുന്ന സമയത്ത് പിതാവും മാതാവും പറഞ്ഞിരുന്നു ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ തങ്ങളുടെ സമ്മതമില്ലാതെ നടക്കുന്ന വിവാഹം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാതാപിതാക്കൾ പറഞ്ഞതാണ്. അപ്പോൾ പോലും അതിന്റെ സാധുത അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ സ്വഭാവം പരിശോധിക്കാൻ തമ്പാനൂർ പോലീസ് തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ വിമർശനം ഉയർന്നത്. സംസ്ഥാന DGP തന്നെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വെള്ളപൂശിയ ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നത്. ഈ റിപ്പോർട്ട് അടക്കം 21-ാം തീയതി ഡൽഹിയിൽ ദേശീയ പട്ടികവർഗ കമ്മീഷന് മുൻപാകെ DGP സമർപ്പിക്കേണ്ടതായിട്ട് വരും. എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് നീളുകയാണ്. പോക്സോ കേസടക്കം കൂട്ടുപ്രതികൾക്കെതിരെ, അതായത് പ്രതികളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ച നേതാക്കന്മാർക്ക് എതിരെ എടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് പരാതികൾ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് വേണം പറയേണ്ടിയിരിക്കാൻ. മന്ത്രി V. ശിവൻകുട്ടി, ഒപ്പം തന്നെ A. റഹീം, തിരുവനന്തപുരത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ കേസിൽ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അവരടക്കമുള്ള നേതാക്കളെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ശരി ശാലിനി, വിവരങ്ങൾ വ്യക്തമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹത്തിൽ വീഴ്ച മറയ്ക്കാൻ ശ്രമിച്ച മന്ത്രിയെയും MPയെയും CPM സംസ്ഥാന സെക്രട്ടറിയെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. അതിന്റെ വിവരങ്ങളാണ് ശാലിനി തലസ്ഥാനത്ത് നിന്നും പങ്കുവച്ചത്.